വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള IT പാഠഭാഗത്തെ ഫുൾ ടോപ്പിക്സ് അല്ലെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണിത്. നോക്കാം. ലിബർ ഓഫീസ് റൈറ്റർ. എന്താണ് ലിബർ ഓഫീസ് റൈറ്റർ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേഡ് പ്രോസസ്സറാണ്. അപ്പോൾ ചോദിക്കാം, ലിബർ ഓഫീസ് റൈറ്റർ ഏത് തരം സോഫ്റ്റ്വെയർ ആണ്? ഇത് വേഡ് പ്രോസസ്സറാണ്. ലിബർ ഓഫീസ് റൈറ്റർ ഒരു വേഡ് പ്രോസസ്സറാണ്. അതുപോലെ കെ ജോഗ്രഫി മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. അത് ജോഗ്രഫി പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കെ ജോഗ്രഫി. ലിബർ ഓഫീസ് റൈറ്റർ വേഡ് പ്രോസസ്സറാണ്. കെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ജോഗ്രഫി പഠനത്തിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് കെ ജോഗ്രഫി. അതുപോലെ GPS നമ്മൾ കേട്ടിട്ടുണ്ട്. GPS ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് GPS. അപ്പോൾ ഇത് ഉപഗ്രഹങ്ങൾ, നമ്മളിപ്പോൾ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ച് ഒരു പ്രദേശത്തിൻ്റെ രേഖാംശം അക്ഷാംശം ഒക്കെ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് GPS. അപ്പോൾ ഉപഗ്രഹങ്ങളിൽ നിന്നും ലഭിക്കുന്ന സിഗ്നൽ സ്വീകരിച്ച് ആ ഒരു പ്രദേശത്തിൻ്റെ രേഖാംശത്തിൻ്റെയും അക്ഷാംശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ സ്ഥാനം നിർണ്ണയിക്കാനുള്ള ഒരു സംവിധാനമാണ് GPS. അപ്പോൾ ഈ GPS ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിലും വാഹനങ്ങളിലും ഒക്കെ GPS ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി വെബ് ബ്രൗസർ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്നറിയപ്പെടുന്നത്. വെബ് ബ്രൗസറിന്റെ ഉദാഹരണം ചോദിക്കും. മോസില്ല ഫയർഫോക്സിന്റെ വെബ് ബ്രൗസർ ആണ്. അതുപോലെ ക്രോമിയം, നമ്മുടെ ഗൂഗിൾ ക്രോം, പിന്നെ അതുപോലെ മൈക്രോസോഫ്റ്റ് എഡ്ജ്, അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. മൈക്രോസോഫ്റ്റിന്റെ രണ്ടെണ്ണം ഉണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, മൈക്രോസോഫ്റ്റിന്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. അതുപോലെ പിന്നെ സഫാരി. ഇതെല്ലാം വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ വെബ് ബ്രൗസർ ഏതൊക്കെയാണ്? മോസില്ല ഫയർഫോക്സ്, ക്രോമിയം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, സഫാരി. അപ്പോൾ ഇതിന്ന് ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഏത് കാറ്റഗറിയിൽ വരുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് ചോദിക്കാം. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത നോക്കാം, ഡിജിറ്റൽ മാപ്പ്. ഇപ്പോൾ ഡിജിറ്റൽ മാപ്പിംഗ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, അതുപോലെ വിക്കി മാപ്പിയ, ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത്. ഇതൊക്കെ ഡിജിറ്റൽ മാപ്സുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ്, മാപ്പിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, വിക്കി മാപ്പിയ, ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത്. ഇനി നോക്കാം, ISRO ഡെവലപ്പ് ചെയ്ത ഒരു മാപ്പിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫൂവൻ. ISROയുടെ സോഫ്റ്റ്വെയർ ആണ് ഫൂവൻ. മാപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫൂവൻ. ഇനി സെർച്ച് എഞ്ചിനുകൾ, പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെർച്ച് എഞ്ചിൻ നമുക്കറിയാം, ഇന്റർനെറ്റിലേക്ക് വിവരങ്ങൾ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സെർച്ച് എഞ്ചിൻ എന്നറിയപ്പെടുന്നത്. ഗൂഗിള് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനാണ് ഗൂഗിള്. അതുപോലെ ഡക്ക് ഡക്ക് ഗോ എന്താണെന്ന് ചോദിക്കാം, അത് സെർച്ച് എഞ്ചിനാണ്. യാഹു സെർച്ച് എഞ്ചിനാണ്. ബിങ് ഒരു സെർച്ച് എഞ്ചിനാണ്. അതുപോലെ വെബ് ക്രോളർ ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ സെർച്ച് എഞ്ചിന്റെ പേരുകൾ മറന്നു പോകരുത്. ഗൂഗിളുണ്ട്, ഡക്ക് ഗോ, യാഹു, ബിങ്, വെബ് ക്രോളർ. ഇതെല്ലാം സെർച്ച് എഞ്ചിനുകളാണ്. നേരത്തെ പഠിച്ച വെബ് ബ്രൗസർ മറന്നു പോയത് മോസില്ല ഫയർഫോക്സ്, ക്രോമിയം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇതെല്ലാം മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിൽ നിന്നും ചിലപ്പോൾ സെർച്ച് എഞ്ചിൻ പിക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. അടുത്ത് നോക്കാം, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. നമ്മുടെ സ്ലൈഡുകളൊക്കെ പ്രസന്റ് ചെയ്ത് പ്രോജക്റ്റും ഒക്കെ മറ്റുമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. അവതരണത്തിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന് നോക്കാം. ലിബർ ഓഫീസ് ഇംപ്രസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ലിബർ ഓഫീസ് ഇംപ്രസ്. അതുപോലെ പവർ പോയിന്റ് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. കാലിഗ്രാ സ്റ്റേജ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. മാജിക് പോയിന്റ്, അതുപോലെ പവർ പോയിന്റ് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ? ഇംപ്രസ്, കാലിഗ്രാ സ്റ്റേജ്, മാജിക് പോയിന്റ്, MS പവർ പോയിന്റ്. ഇതെല്ലാം പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകളാണ്. ഇനി നമുക്ക് നോക്കാം, ശബ്ദ ഫയലുകളുടെ ഫോർമാറ്റ്. ഇപ്പോൾ ശബ്ദ ഫയൽ നമ്മളിപ്പോൾ സൗണ്ട് ഫയല് സേവ് ചെയ്യുന്ന ഫോർമാറ്റാണ് MP3 ആയിട്ട് ചെയ്യാം, MP3. അതുപോലെ martin.ogg എന്നൊരു ഫോർമാറ്റ്, മാർട്ടിൻ. ഇതെല്ലാം ശബ്ദ ഫയലുകളുടെ ഫോർമാറ്റാണ്. ഇപ്പോൾ ചോദിക്കാം, ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇത് ശബ്ദ ഫയലാണോ, ഡോക്യുമെന്റ് ഫയലാണോ, അല്ലെങ്കിൽ എക്സൽ ഫയലാണോ, അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ഫയലാണോ, ആ രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് MP3, martin.ogg, മാർട്ടിൻ, ഇവയെല്ലാം ശബ്ദ ഫയൽ ഫോർമാറ്റ്സ് ആണ്. മറന്നു പോയത്. MP3, martin.ogg, മാർട്ടിൻ എല്ലാം ശബ്ദ ഫയലുകൾക്ക് എക്സാമ്പിൾ ആണ്.
ഇനി നോക്കാം ഒഡാസിറ്റി കേട്ടിട്ടുണ്ടാവും. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനുപയോഗിക്കുന്നു? സൗണ്ട് റെക്കോർഡിംഗ് ആണ് ഇതിന്റെ പർപ്പസ്. സൗണ്ട് റെക്കോർഡിംഗ്, സൗണ്ട് എഡിറ്റിംഗ്, സൗണ്ട് മിക്സിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി. സൗണ്ട് റെക്കോർഡിംഗ്, എഡിറ്റിംഗ്, മിക്സിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന കീബോർഡ് ക്വർട്ടി കീബോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ കീബോർഡിന്റെ ലേ ഔട്ട് അറിയപ്പെടുന്നത് ക്വർട്ടി എന്നാണ്. അപ്പോൾ അത് ഓരോ ലൈനിലെയും അക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് QWERTY. നമ്മൾ കീബോർഡ് ശ്രദ്ധിച്ചാൽ അറിയാം, ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കീബോർഡിനെ ക്വർട്ടി കീബോർഡ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ക്വർട്ടി കീബോർഡ് ലേ ഔട്ടിലുള്ള കീബോർഡുകളാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നോക്കാം കുറച്ച് സോഫ്റ്റ്വെയറും അതിന്റെ ഡെവലപ്പർ ആരൊക്കെയാണെന്ന് നോക്കാം. ലിബ്രിയോഫീസ് റൈറ്റർ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു വേർഡ് പ്രോസസ്സർ ആണെന്ന് പറഞ്ഞു. ഈ ലിബ്രിയോഫീസ് റൈറ്റർ ഡെവലപ്പ് ചെയ്തത് ദ ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ദ ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്തതാണ് ലിബ്രിയോഫീസ് റൈറ്റർ ഡെവലപ്പ് ചെയ്തത് ദ ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ ആണ്. അതുപോലെ MS വേഡ്, മൈക്രോസോഫ്റ്റ് വേഡ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് വേഡ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ആണ്. മൈക്രോസോഫ്റ്റ് വേഡ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. ലിബ്രിയോഫീസ് റൈറ്റർ ഡെവലപ്പ് ചെയ്തത് ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ ആണ്. ഇനി നോക്കാം അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് റൈറ്റർ. ഇതും ഒരു വേർഡ് പ്രോസസ്സർ ആണ്. അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് റൈറ്റർ ഡെവലപ്പ് ചെയ്തത് അപ്പാച്ചെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആണ്. അപ്പാച്ചെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ആണ് അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് റൈറ്റർ. അതുപോലെ അബിവേഡ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് അബിസോഴ്സ് പ്രോജക്റ്റ് ആണ്. അബിസോഴ്സ് പ്രോജക്റ്റിന്റെ ആണ് അബിവേഡ് ആരുടെയാണ്? അബിസോഴ്സ് പ്രോജക്റ്റിന്റെ ആണ്. ലിബ്രിയോഫീസ് റൈറ്റർ ദ ഡോക്യുമെന്റ് ഫൗണ്ടേഷന്റെ ആണ്. MS വേഡ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷന്റെ ആണ്. അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് റൈറ്റർ അപ്പാച്ചെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ആണ്. അബിവേഡ് അബിസോഴ്സ് പ്രോജക്റ്റിന്റെ ആണ്.